പ്രിയ സുഹൃത്തെ, ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്ന വിഷയം ഇസ്ലാമിലെ മദ്യനിരോധനമാണ്. ഇസ്ലാമിൽ മദ്യം ഹറാമാക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് വമ്പിച്ച ആകർഷകത്വം ഉണ്ടാക്കുന്ന ഒന്നാണെന്നാണ് ഇസ്ലാം അപ്പോളജിസ്റ്റുകളുടെ വാദം. ഇസ്ലാം ജനസഞ്ചയത്തിൽ എത്ര ശതമാനം ആളുകൾ മദ്യപിക്കുന്നു എന്നതിൻ്റെ ഒരു കണക്കില്ല. ഒരു കാര്യം തീർച്ചപ്പെടുത്താം, മദ്യപിക്കുന്നവരിൽ മുസ്ലിങ്ങളും ഉണ്ട്. തികഞ്ഞ വിശ്വാസികൾ, അള്ളാഹുവിലും റസൂലിലും വിശ്വസിച്ചുകൊണ്ട് തന്നെ അപങ്കുരം മദ്യപാനം തുടരുന്നവർ. ഒരു മനുഷ്യവംശത്തിൻ്റെ ഭാഗമാകുമ്പോൾ അതിനകത്തുള്ള എല്ലാ കാര്യത്തിലും മതത്തിനും ജാതിക്കും പ്രാദേശികതയ്ക്കും ഭാഷയ്ക്കും ഒക്കെ വ്യത്യാസമായി ഉൾച്ചേരേണ്ട ഒന്നാണ് എന്നുള്ളത് കൊണ്ട് നന്മതിന്മകളിൽ ഇവിടെ മദ്യപാനത്തിലും മുസ്ലിങ്ങളുടേതായ പങ്ക് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ശതമാനക്കണക്കൊന്നും എനിക്ക് പിടിയില്ല. അങ്ങനെ വല്ല ശതമാനക്കണക്ക് എടുത്തിട്ടുണ്ടോ എന്നും എടുക്കാൻ പറ്റുമോ എന്നും അറിയില്ല. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ എന്തുകൊണ്ടാണ് പന്നിമാംസം ഹറാമാക്കിയത് എന്ന് കണ്ടു. അതൊറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ, ഖുർആനിൽ പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ മദ്യം എന്തുകൊണ്ട് ഹറാമായി? ഇവിടെയും ഒറ്റ കാര്യമേ ഉള്ളൂ. ഉമർ ആവശ്യപ്പെട്ടു, നബി നടത്തിക്കൊടുത്തു എന്നേ ഉള്ളൂ. നടത്തിക്കൊടുത്തിട്ടാണ് പിന്നീട് അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തിപ്പോയത്. ഒരു മുൻകൂർ ജാമ്യം കൂടെ എടുക്കാനുണ്ട് കേട്ടോ. ഒന്ന്, ഞാൻ മദ്യപിക്കുന്ന ആളല്ല. പണ്ടെങ്ങാണ്ടോ എൻ്റെ ചെറുപ്രായത്തിൽ ഒരിക്കൽ ഒന്ന് മദ്യപിച്ചിരുന്നു. ഒരു സുഹൃത്ത് നിർബന്ധിച്ച് വാങ്ങിച്ചു തന്നപ്പോൾ അതിനുശേഷം ഞാൻ മദ്യപിച്ചിട്ടേയില്ല. അങ്ങനെ ഒരെണ്ണം എൻ്റെ ജീവിതത്തിൽ ആവശ്യമുണ്ടെന്നും എൻ്റെ ശരീരത്തിന് ഉന്മാദത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ആവശ്യമുണ്ട് എന്നൊരു തോന്നൽ എനിക്കില്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ വഴിക്ക് നീങ്ങുന്നത്. എൻ്റെ പല സുഹൃത്തുക്കളും മദ്യപാനികളാണ്, മോഡറേറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ. അവരോടൊപ്പം അവർ മദ്യപിക്കുന്ന സദസ്സിൽ ഇരുന്നു കൊണ്ട് തന്നെ അവരുടെ രസത്തിൽ ഞാൻ പങ്കെടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ മോഡറേറ്റായി മദ്യപിക്കുന്ന ആളുകളെ ഞാൻ കുറ്റം പറയുന്നേയില്ല. പിന്നെ മദ്യത്തിൻ്റെ ഒരു ദൂഷ്യവശമായി ഞാൻ കാണുന്നത്, മദ്യത്തെ അടിമപ്പെടുത്താതെ മദ്യത്തിന് അടിമയാകാതെ എത്ര പേർക്ക് സാധിക്കും എന്നുള്ളൊരു വലിയ ചോദ്യം അതിൻ്റെ മുമ്പിലുണ്ടെങ്കിലും നിങ്ങൾ ലിക്വർ എന്നടിച്ച് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇതൊന്നും അല്ല പറയുന്നത്. അമിത മദ്യപാനമാണ് ദോഷകം. ഒന്നോ രണ്ടോ ഉപയോഗിക്കുന്നത് കൊണ്ട് ഗുണമാണുള്ളത് എന്നാണ്. അങ്ങനെ മദ്യപിക്കുന്ന ഒരുപാട് വിദേശികൾ വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ മോഡറേറ്റായിട്ട് തന്നെ മദ്യപിക്കുന്ന എനിക്കൊരു നല്ല സുഹൃത്തുണ്ട്, എൻ്റെ വഴികാട്ടിയും ആത്മമിത്രവുമാണ്. അദ്ദേഹം കമ്പനിക്ക് വേണ്ടി കമ്പനി കൂടുമ്പോൾ മദ്യപിക്കാറുണ്ട്. പിന്നീട് അതിനെക്കുറിച്ച് ആലോചിക്കാറേയില്ല, അത്രത്തോളം കൺട്രോൾ അതിലുണ്ട്. അങ്ങനെയുള്ളവർക്കാകാമെന്നാണ് എൻ്റെ ഒരു നിലപാട്. എൻ്റെ ഈ നിലപാടിൽ വ്യത്യാസം വരുത്തുന്നത് തന്നെ ആ സുഹൃത്താണ്. എന്തായാലും ഇവിടെ ഇസ്ലാമിൽ മദ്യപാനം ശക്തമായി വരാൻ ഹറാമാകാൻ കാരണം ഉമറാണ്. ഇത് പൊടുന്നനവേ മദ്യം ഹറാമാണെന്നൊന്നും അള്ളാഹുവിനോ നബിക്കോ തോന്നിയില്ല. നബിക്ക് ഒട്ടും തോന്നിയിരുന്നില്ല എന്നുള്ളതാണ്. ഉമർ ഒരിക്കൽ നബിയെ കണ്ടിട്ട് ചോദിച്ചു, നബിയെ മദ്യത്തെക്കുറിച്ച് പറയാമോ? ഇങ്ങനെ ഉമർ പല പ്രാവശ്യം പലതും ചോദിച്ചിട്ടുണ്ട്. ഉമർ മാത്രമല്ല, പലരും. അങ്ങനെ സന്ദർഭത്തിനൊത്ത് അള്ളാഹു മലക്കിനെ തയ്യാറാക്കി വെച്ചിരിക്കും നബിക്ക് അയച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ സൂറത്തുൽ ബഖറയിലെ 219 ഇറക്കിക്കൊടുക്കപ്പെട്ടു. മദ്യത്തിൻ്റെയും ചൂതാട്ടത്തിൻ്റെയും വിധി എന്തെന്ന് അവർ നിന്നോട് ചോദിക്കുന്നു. ഉമറാണ് ചോദിച്ചത്. പറയുക, അവ രണ്ടിലും വലുതായ തിന്മകളാണുള്ളത്. ആളുകൾക്ക് അല്പം പ്രയോജനമുണ്ടാവുമെങ്കിലും എന്നാൽ പ്രയോജനത്തെക്കാൾ വളരെ വലുതാണ് അവയുടെ തിന്മ. അവിടെ
പ്രയോജനമുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്താണ് പ്രയോജനം? ആ പ്രയോജനം എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും? ആ തിന്മയെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും? അതൊന്നും ഇവിടെ പൊതുവെ ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യവും വസ്തുനിഷ്ഠമായിട്ടും അതിൻ്റെ വിവരണത്തോടുകൂടി പറയുന്ന ഒരു ചെറിയ ഗ്രന്ഥമാണ്, അതിലെല്ലാം പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് അത് വെറുതെയാണ്. എത്രയോ കാര്യങ്ങൾ പല ആവർത്തി തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്ന ആവർത്തന വിരസതയുടെ ഒരു മഞ്ഞുമലയാണ് ഖുർആനെങ്കിൽ. അങ്ങനെയാണ് ആദ്യമായിട്ട് തന്നെ ഈ മദ്യത്തെക്കുറിച്ചുള്ള ഒരു ആയത്ത് സൂറത്തുൽ ബഖറയിൽ ഉണ്ടാകുന്നത്. അതിനുശേഷം ഉമർ വീണ്ടും നബിയോട് ചോദിക്കുന്നു. ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാനുള്ളത്, നബിക്ക് നബൂവത്ത് കിട്ടി കുറേ കാലത്തേക്ക് സഹാബക്കൾക്ക് മദ്യപിക്കാമായിരുന്നു, നിരോധനമില്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ ഒരു വിഷയത്തെ അങ്ങേ അറ്റം മോശമായി കാണുന്ന ഒരു റബ്ബിന്, ഒരു പ്രവാചകന് ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യമല്ലേ ഇത്? പ്രയോജനത്തെക്കാളും ദോഷമാണ് കൂടുതലെങ്കിൽ അങ്ങനെ ഒന്നിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ബാധ്യത എന്തുകൊണ്ട് ആദ്യം അദ്ദേഹം ചെയ്തില്ല? ഉമർ വേണ്ടി വന്നു ഇത് ചോദിക്കാനെന്നുള്ളത് ഒരു വിരോധാഭാസമായി നമുക്ക് തോന്നുന്നുണ്ട്. വീണ്ടും ഉമർ നബിയെ കാണുന്നുണ്ട്. നബിയെ, തൃപ്തികരമായ ഒരു മറുപടി തരാമോ? ഈ അഴകുഴമ്പൻ മറുപടി വേണ്ട. എന്താ പറഞ്ഞത് സൂറത്തുൽ ബഖറയിൽ? അതിൽ പ്രയോജനമുണ്ട്, പ്രയോജനത്തെക്കാളും മോശമുണ്ട്. അപ്പം എന്ത് ചെയ്യണമെന്നുള്ള ഒരു എന്താ പറയുക ശക്തമായ നിർദ്ദേശം, തൃപ്തികരമായ ഉപദേശം. അപ്പം നബി പറഞ്ഞു, 4-ാമത്തെ സൂറത്തുൽ നിസയിൽ 43-ാമത്തെ വാചകം, അല്ലയോ വിശ്വസിച്ചവരെ, ലഹരി ബാധിച്ചവരായി നമസ്കരിക്കാതിരിക്കുക. അതായത് നിസ്കരിക്കുമ്പോൾ നിങ്ങൾ മദ്യപിക്കേണ്ട. നിങ്ങൾ പറയുന്നത് എന്താണെന്ന് ബോധമുള്ള സമയത്താണ് നിസ്കാരം നിർവഹിക്കേണ്ടത്. അതായത് ഉമറിൻ്റെ ആദ്യത്തെ ചോദ്യത്തോടു കൂടി ആളുകൾ നിസ്കാര വേളയിലും മദ്യപിക്കുന്നു എന്ന തെളിവാണിത്. സഹാബാക്കൾ മദ്യപിച്ചിരുന്നു. ഉമർ ഈ ചോദ്യം ചോദിക്കുന്നത് വരെ അതൊരു നീണ്ട കാലയളവ് എടുത്തു മദ്യം നിരോധിക്കാൻ വേണ്ടിയിട്ട്. ഒറ്റ അടിക്ക് സ്റ്റോപ്പ് ചെയ്തില്ല. അങ്ങനെ ഒരു വല്ലാത്ത ഒരു പ്രത്യേകത ഈ മദ്യ നിരോധനത്തിലുണ്ട്. ഇതൊക്കെ തന്നെ നമ്മുടെ അലിയാർ ഉസ്താദ് പറഞ്ഞ ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഖുർആൻ്റെ ഓരോ ആയത്തെടുത്ത് പരിശോധിച്ചാലും അള്ളാഹു ഉണ്ട് എന്നതിന് തെളിവാണ്. ഇവിടെ നമ്മൾ ഈ 2 സൂറത്തുൽ ബഖറയും 4 സൂറത്തുൽ നിശയിൽ 43-ാമത്തെ വാചകത്തെ കൂട്ടിച്ചേർത്ത് വായിക്കുകയാണെങ്കിൽ ഒരു ഉടയ തമ്പുരാൻ, എല്ലാം അറിയുന്ന, എല്ലാം കൽപ്പിക്കുന്ന, എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ഉടയ തമ്പുരാൻ ഇല്ല എന്ന് ചിന്തിക്കുന്ന ദൃഷ്ടാന്തത്തോടു കൂടി തന്നെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അതിൽ പറയുന്നത്, അല്ലയോ വിശ്വസിച്ചവരെ, ലഹരി ബാധിച്ചവരായി നമസ്കരിക്കാതിരിക്കുക. അപ്പം നിസ്കാരവേളയിൽ നിങ്ങൾ മദ്യപിക്കരുത് എന്നാണ് ഉമറിൻ്റെ 2-ാമത്തെ തൃപ്തികരമായ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ഉമർ ഇതുകൊണ്ടൊന്നും അടങ്ങിയില്ല. ഉമറിന് പല കാര്യങ്ങളിൽ നിർബന്ധങ്ങളുണ്ടായിരുന്നു. നബി അദ്ദേഹം വീണ്ടും കണ്ടു. അതായത് ഉമറിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ മദ്യം നിരോധിക്കണം എന്നുണ്ടായിരുന്നു. അതിലേക്ക് പടിപ്പടിയായിട്ട് നബിയെ കൊണ്ടുവരികയാണ്, അള്ളാഹുവിനെ കൊണ്ടുവരികയാണ്. അവരുടെ നിർദ്ദേശകത്വമായി വരുന്നത് ആരാ? അതായത് തിന്മ എന്ന് ബോധ്യമുള്ള ഒരു കാര്യത്തെ നബിക്ക് തോന്നിയില്ല, അള്ളാഹുവിന് തോന്നിയില്ല, അത് ഉമറിന് തോന്നി. ഇനി വേണമെങ്കിൽ വാദിക്കാം അള്ളാഹു ഉമറിന് തോന്നിപ്പിച്ചതാണിതൊക്കെ. ഇത് വ്യാഖ്യാന ഫാക്ടറിയിൽ കയറ്റി വേണമെങ്കിൽ അങ്ങനെ പൂസാകാം. അതിരിക്കട്ടെ. ഉമറിന് മദ്യം നിരോധിക്കണമെന്നായിരുന്നു. അങ്ങനെ വീണ്ടും വന്ന് ചോദിച്ചപ്പോൾ 5-ാമത്തെ അധ്യായത്തിൽ 90 മുതൽ 91 വരെയുള്ള വാചകങ്ങൾ ഉമറിൻ്റെ നിർബന്ധ ആവശ്യപ്രകാരം മലായിക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറക്കിക്കൊണ്ടു. അല്ലയോ വിശ്വസിച്ചവരെ, മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠകളും അവയ്ക്ക് മുമ്പിൽ അമ്പുകൊണ്ട് ഭാഗ്യം നോക്കുന്നതുമെല്ലാം പൈശാചിക പ്രവൃത്തികളിൽപ്പെട്ടതാണ്, മാലിന്യങ്ങളാണ്.
ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു കൂട്ടിയോജിപ്പുണ്ട്. എന്താണത്? മാലിന്യങ്ങളാണ്, പൈശാചിക പ്രവൃത്തിയാണ്. മദ്യം ഓക്കെ, ചൂതാട്ടം ഡബിൾ ഓക്കെ, പ്രതിഷ്ഠകളും. അപ്പം ഇന്ത്യ മഹാരാജ്യത്തുള്ള എല്ലാ പ്രതിഷ്ഠകളും മാലിന്യവും പൈശാചികവുമെന്ന് അഞ്ചാമത്തെ 90-91 വ്യാഖ്യാനിച്ചാൽ അങ്ങനെ വ്യാഖ്യാനിക്കാമല്ലോ. അങ്ങനെ വ്യാഖ്യാനം വരാതിരിക്കട്ടെ, അങ്ങനെ വ്യാഖ്യാനിക്കാതിരിക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിച്ചു പോകുന്നത്. കാരണം സംഘപരിവാറിൻ്റെ ഉറഞ്ഞു തുള്ളൽ നിലനിൽക്കുന്ന ഒരു കാലഘട്ടമായത്. പക്ഷേ ഖുർആനിൽ അങ്ങനെ ഉണ്ട്. അതാണ് ഞാനിവിടെ എടുത്തു പറയുന്നത്. അതൊക്കെയും വർജിക്കുക. അപ്പം എന്തൊക്കെ വർജിക്കണം? ചൂതാട്ടം, മദ്യം, പ്രതിഷ്ഠകളെ വർജിക്കുക. ഹിന്ദുക്കളൊക്കെ അത് പൈശാചിക പ്രവൃത്തി ആയതുകൊണ്ടും മാലിന്യമായതുകൊണ്ടും അത് വർജിക്കുക എന്നാണ്. പിന്നെ അല്ലയോ വിശ്വസിച്ചവരെ എന്ന് പറയുന്നുണ്ട്. വേണമെങ്കിൽ അങ്ങനെ ഒരു മുൻകൂർജാമ്യം. വിശ്വസിക്കാത്തവർക്കാകാം പ്രതിഷ്ഠയുമാകാം, മദ്യപാനവുമാകാം, ചൂതാട്ടവുമാകാം, എന്തു വൃത്തികേടുകളും ന്യൂനപക്ഷമല്ലാത്ത ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികൾ മുസ്ലിങ്ങൾ ചെയ്താൽ അള്ളാഹുവിന് യാതൊരു, പിന്നെ നമ്മൾ പൊരിച്ച് ഫ്രൈയിങ് ഡൈ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇരിക്കട്ടെ. നിങ്ങൾക്ക് വിജയ സൗഭാഗ്യം പ്രതീക്ഷിക്കും ഇതൊക്കെ വർജിച്ചാൽ. മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ വെറുപ്പും വിദ്വേഷം ഉണ്ടാക്കുന്നതിനും ദൈവസ്മരണയിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും നിങ്ങളെ തടയുന്നതിനും മാത്രമാകുന്നു ചെകുത്താൻ ആഗ്രഹിക്കുന്നത്. 2-3 കാര്യങ്ങൾ നമുക്ക് വളരെ പ്രത്യേകമായി നോക്കാൻ. വെറുപ്പും വിദ്വേഷവും. ഈ മദ്യപാനികളൊക്കെ വെറുപ്പും വിദ്വേഷവുമായി നടക്കുന്നവരാണോ? അങ്ങനെ ഒരു സ്റ്റഡിയുമില്ല. മദ്യപിച്ചു കഴിഞ്ഞാൽ വെറുപ്പും വിദ്വേഷവും വരുമെന്ന്. അതിരിക്കട്ടെ, വെറുപ്പും ഉദ്ദേശവും ഉണ്ടാക്കുന്ന ആരാണ്? ഇന്നമൽ മുശ്രിക്കൂന നജുസ്സുൻ. വാക്ക് ഞാൻ മറന്നുപോയി. കാഫിരീങ്ങളൊക്കെ മോശക്കാരെന്ന് പറയുന്ന വെറുപ്പിൻ്റെ സിദ്ധാന്തങ്ങളായ മതഗ്രന്ഥങ്ങളാണോ മനുഷ്യർക്കിടയിൽ? വിശ്വാസികൾക്കിടയിലായാൽ പോലും ഇപ്പം ജമാഅത്തും മുജാഹിദും സുന്നിയൊക്കെ പരസ്പരം പറയും നീ നരകത്തിൻ്റെ ഉടയോൻ എന്നല്ലേ, വെറുപ്പുണ്ടാകുന്നില്ലേ? ഇപ്പം വെറുപ്പുണ്ടാക്കുന്നത് മദ്യമല്ല. വെറുപ്പുണ്ടാക്കുന്നത് മദ്യത്തെക്കാൾ ലഹരി ബാധിപ്പിക്കുന്ന മതവിശ്വാസമാണെങ്കിൽ ഇതൊക്കെ ആരോട് പറയാം? ദൈവസ്മരണയിൽ നിന്നും നമസ്കാരത്തിൽ നിങ്ങൾ വിട്ടു നിൽക്കാതിരിക്കാൻ. ഇവിടെ നമസ്കാരമാണ് ഏറ്റവും പ്രധാനമായ കാര്യം. എടുത്തെടുത്തു പറയുന്നത് ഈ ദൈവത്തിന് എന്താ ഇത്രയും നിർബന്ധമെന്ന്? അദ്ദേഹത്തെ സ്മരിക്കാനും അദ്ദേഹത്തെ പ്രാർത്ഥിക്കാനും അദ്ദേഹം എന്തിനാ ഇത്ര വേവലാതിപ്പെടുന്നത്? വിശപ്പ്, ദാഹം, കാമം, ക്രോധം, ദേഷ്യം ഇതൊക്കെ മനുഷ്യ വികാരമാണെങ്കിൽ ഇതുപോലത്തെ ഒരു വികാരമാക്കി അദ്ദേഹത്തിന് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു പ്രാർത്ഥനയെ. അങ്ങനെ ചെയ്യാത്തിടത്തോളം കാലം ഇത് ചെയ്യണമെന്ന് നിർബന്ധിക്കാൻ ഇദ്ദേഹം ആരാ? ഇദ്ദേഹത്തിന് എന്ത് അവകാശമെന്നാണ് ചോദിക്കുന്നത്? അല്ലെങ്കിൽ എന്ത് ആവശ്യമാണ് ഇദ്ദേഹത്തിന്? മദ്യത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള കാരണത്തിൽ ഒന്നായി പറയുന്നത് നിസ്കാരത്തിലും ദൈവസ്മരണയിൽ നിന്നും നിങ്ങൾ വിട്ടുപോകുന്നത് കൊണ്ടാണ്. നന്മ തിന്മയുടെ ഈ തിന്മ എന്ന ഭാഗത്ത് കാണുന്നത് ഇതാണ്. ഇത് ചെകുത്താനാണ് ആഗ്രഹിക്കുന്നത്. അതൊക്കെ നമുക്ക് പിന്നീട് പറയാം. ഇനിയുമെങ്കിലും നിങ്ങൾ അതിൽ നിന്നും വിരമിക്കുമോ? അതായത് 3 പ്രാവശ്യം ഘട്ടം ഘട്ടമായിട്ടാണ് അള്ളാഹു ഉമറിൻ്റെ പ്രത്യേകം ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഉമർ തൃപ്തി വരാതെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം പറഞ്ഞു അത് നന്മയുമുണ്ട് തിന്മയുമുണ്ട്, തിന്മയാണ് കൂടുതൽ. രണ്ടാമത്തെ ചോദ്യത്തിന് പറഞ്ഞു നിസ്കരിക്കുന്ന വേളയിൽ പാടില്ല. ഉമറിന് തൃപ്തി വന്നില്ല. ഉമർ വീണ്ടും ഈ ചോദ്യം ചോദിച്ചില്ലായിരുന്നുവെങ്കിൽ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നിസ്കാര വേളയിൽ മാത്രം മദ്യപിക്കാതിരുന്നാൽ മതിയായിരുന്നു. ഇത് നമ്മൾ പറയുന്നില്ല, അവരുടെ ഹിസ്റ്ററി അവർ പറയുന്നത് നമ്മളെടുത്ത് പറയുന്നതേ. അപ്പോൾ ഉമർ ഭയങ്കരമായി തൃപ്തനായി. ഉമറിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ മതം ഇത്രയും കാർക്കശ്യമായി തീരാനുള്ള കാരണക്കാരിൽ പ്രധാനിയാണ് ഉമർ.
നബിയെ വെറുതെ വിട്ടില്ല, പിറക്കേ നടത്തും. ഈ പെണ്ണുങ്ങളെ കൊണ്ട് ഫർദ ഇടിയിപ്പിക്കുന്നതിൽ ഉമറിന്റെ പങ്കാണ് ഏറ്റവും വലുത്. ഇന്നത്തെ മുസ്ലിങ്ങൾ ഈ അന്തരീക്ഷ ചൂട് സഹിച്ചുകൊണ്ട് ഈ കറുപ്പിനകത്ത് ചാക്കിനകത്ത് പൊതിഞ്ഞു നടക്കേണ്ട ഗതികേടിൻ്റെ ഉത്തരവാദി ആരെന്ന് ചോദിച്ചാൽ അത് ഉമറിൽ ചൂണ്ടേണ്ടി വരും. അങ്ങനെ ഒരു ഭീകര ഒരു മാനസിക അവസ്ഥയുള്ള ആളാണ് ഇദ്ദേഹം എന്ന് സംശയിക്കത്തക്ക രീതിയിലാണ് ഇദ്ദേഹം. ഇനി പെട്ടെന്നല്ല നിർത്തിയത് എന്ന് മുസ്ലിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ അപ്പോളജിസ്റ്റുകൾ പറയുന്നത് പടിപ്പടിയായിട്ട് നിർത്താൻ കാരണം ജനങ്ങൾക്ക് ശീലം വരാൻ വേണ്ടിയിട്ടാണ്. എത്ര നല്ല വ്യാഖ്യാനം, എത്ര ശരിയുമാണത് അല്ലേ? എന്നാൽ പന്നി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു, സ്വയംഭോഗം, മാസ്റ്റർബേഷൻ. എന്താ ഇത് മനുഷ്യന്റെ ചോദന, അവൻ്റെ ലൈംഗികത. ഇത് മനസ്സിലാക്കാൻ ഒരു ദൈവം തമ്പുരാന്, ഉടയ തമ്പുരാന് കഴിവില്ലാണ്ടായി പോവുകയാണെങ്കിൽ ഇദ്ദേഹം എവിടുത്തെ ഉടയ തമ്പുരാനാണ് പറയേ? പട്ടി എന്തു പിഴച്ചു ആ പാവം? പട്ടി എന്നൊരു മൃഗം തന്നെ ഇല്ലായിരുന്നു. അത് അള്ളാഹുവിനും ഖുർആനും അറിയില്ല. അത് ചെന്നായെ മനുഷ്യൻ മെരുക്കി വളർത്തിയെടുത്താണ് സെലക്റ്റീവ് ബ്രീഡിങ്ങിലൂടെ. ആർട്ടിഫിഷ്യൽ ഇതിൻ്റെ ഒരു മഹാതെളിവാണ് പട്ടി എന്ന് പറയുന്നത്. അത് മനുഷ്യന് നന്ദി കാണിക്കുന്ന ദോഷവും ഗുണവും എല്ലായിടത്തും ഉണ്ടെന്നേ. മനുഷ്യരിൽ തന്നെ പട്ടിയുടെ സ്വഭാവമുള്ള, അങ്ങനെ പറയുന്നത് ക്ഷമിക്കും, പട്ടിക്ക് മോശപ്പെട്ട സ്വഭാവം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഹിജാബ് ഉമറിൻ്റെ സംഭാവനയാണ്. പെണ്ണിൻ്റെ തലമുടി വെളിയിൽ കണ്ടു കഴിഞ്ഞാൽ അതിൽ പിടിച്ചു കെട്ടിത്തൂക്കിയാണ് ഫ്രൈയിങ് പാഡിലിടുക. പിന്നെ ചില കളികൾ, ചിത്രം, പലിശ, മ്യൂസിക്, അങ്ങനെ എന്തെല്ലാമാണ് പൊടുന്നനവേ നിർത്തിയത്. ഇക്കാര്യത്തിലൊക്കെ പടിപ്പടിയായിട്ട് ജനങ്ങൾ മനസ്സിലാക്കി നിർത്താൻ എന്താണ് അള്ളാഹുവിനും നബിക്കും തോന്നാത്തത്? ഇക്കാര്യം അള്ളാഹുവിൻ്റെ അജണ്ടയിലില്ലെന്നേ. ഉമറിൻ്റെ നിർബന്ധം കൊണ്ട്, ഉമർ ചോദിച്ചത് കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഒന്നായത് കൊണ്ട് മാത്രമാണ് ഉമറാണ് വില്ലൻ. The people said some Muslims were killed during the battle of Uhud while wine was in their stomachs. ചില സഹാബാക്കൾ ഉഹദ് യുദ്ധത്തിൽ മരിച്ചപ്പോൾ അവരുടെ കഫം പൊതിയുമ്പോൾ അവരുടെ വയറ്റിൽ മദ്യം ഉണ്ടായിരുന്നു എന്നാണ്. കർക്കശമായ നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടും മദ്യപാനം അന്നും ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണ്. ഒത്തിരി ഹദീസുകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് പലരും വീണ്ടും പല രീതിയിൽ ഇന്നതിട്ട് വാറ്റിയ മദ്യം കുടിക്കാമോ, ഇന്നത് കുടിക്കാമോ, ഇന്നത് മദ്യത്തിൽ പെടുമോ എന്ന് ഹദീസുകൾ, ബുഹാരി റിപ്പോർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ നബിയോട് നിരന്തരമായ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മദ്യത്തെ വർജിക്കാൻ അന്നും എന്നും ഒരു വിഭാഗം ആളുകൾക്ക് ആവില്ല എന്നതിൻ്റെ തെളിവാണ്. അള്ളാഹ് പറഞ്ഞു 5:93, on those who believe and do good deeds there is no blame for what they are. ഇവിടെ അങ്ങനെ മരിച്ചുപോയ സുഹദാക്കളെ, ധീരയോദ്ധാക്കളെ, സ്വർഗത്തിൻ്റെ നേരെ അവകാശികളെ, ഉഹദ് യുദ്ധത്തിൽ മരിച്ചു പോയവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും അവരുടെ സദ്ഗുണങ്ങൾ കൊണ്ട് അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന്. ഈ യുദ്ധത്തിന് വേണ്ടി ആളുകളെ തയ്യാറാക്കാൻ വേണ്ടി ഇസ്ലാമിലെ യുദ്ധങ്ങൾ പഠിക്കേണ്ട പാഠങ്ങൾ ഒത്തിരി അതുണ്ട്. ഇസ്ലാമിൻ്റെ തനിനിറത്തെ അങ്ങേയറ്റം മാനവരാശിക്ക് തുറന്നു കാണിക്കുന്ന പുസ്തകമാണ് ഇസ്ലാമിലെ യുദ്ധം. ഒരു കാര്യം മാത്രം ഞാൻ പറയും ഇതുമായി ബന്ധപ്പെട്ട്. അതായത് ഒരു സഹാബിക്ക് പെണ്ണ് കിട്ടിയില്ലായിരുന്നു. അങ്ങനെ നബി ഇടപെട്ട് അവനൊരു പെണ്ണുണ്ടാക്കി കൊടുത്തു, വിവാഹം കഴിച്ചു കൊടുത്തു. ഒന്നാമത്തെ ആഴ്ച അയാൾ ആവേശപൂർവ്വം ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുകയും മരിക്കുകയും ചെയ്തു, വെട്ടേറ്റ് മരിക്കുകയും ചെയ്തു. ഇയാളെ അടക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപാടുകൾ, ചടങ്ങുകളൊക്കെ നബി മുൻപന്തിയിൽ നിന്ന് തന്നെ ചെയ്യുകയും, ഇങ്ങനെ അടക്കിക്കൊണ്ടിരുന്നപ്പോൾ നബി പെട്ടെന്ന് പിറകോട്ടേക്ക് വലിഞ്ഞു. സഹാബകൾ ചോദിച്ചു, എന്തേ നബിയെ താങ്കൾ പിന്നാക്കമാഞ്ഞത്?
അത് സ്വർഗത്തിലെ ഹൂർലിങ്ങൾ വന്ന് ഇദ്ദേഹത്തിൻ്റെ മയ്യത്തിനെ പുൽകുന്നതായി ഞാൻ കണ്ടു. അതായത് ഒരാഴ്ചയായുള്ളൂ, ദാമ്പത്യം തീർന്നിട്ടില്ല. ഇത് ഞാൻ ഇന്നലെയോ മെനിയാന്നോ കേട്ട കഥയാണ്. സിംസാർ ഹക്ക് ഹുദവി. ഇതെന്താണിത്? അതായത് ഇനിയുള്ള യുദ്ധങ്ങളിൽ ഇത്തരം സംഭവങ്ങളെ വെച്ചുകൊണ്ട് ആരെങ്കിലും പങ്കെടുക്കാതിരിക്കുമോ എന്നുള്ള ആശങ്കയുടെ പുറത്ത് വളരെ ആസൂത്രിതമായി യുദ്ധത്തിൽ ആളുകളെ പങ്കെടുപ്പിക്കാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായി. അതാണ് യുദ്ധമെന്നുള്ളത്. ഇസ്ലാമിൻ്റെ തനിനിറത്തെ തുറന്നു കാണിക്കുന്ന ഒരു തുറന്ന പുസ്തകമാണ്. നൂറുൽ യഖീൻ ഞാൻ ആദ്യമായി വായിച്ച യുദ്ധത്തെ വിവരിക്കുന്ന, അത് പിന്നീട് ഒരു സീരിയസ് ആയി ചെയ്യാൻ വരെ ഉദ്ദേശിക്കുന്നുണ്ട്. തഫ്ഹീം ഈ മദ്യപാനം നിർത്താതെ വന്നതിൻ്റെ കാരണത്തെക്കുറിച്ച് പറയും. പിന്നെയും ആളുകൾ പതിവ് പോലെ കുടിച്ചിരുന്നു. തഫ്ഹീൻ്റെ വാക്കുകളാണ്, നിങ്ങൾക്ക് നോക്കാം. മത്തന്മാരായി നിസ്കരിക്കുകയും ചെയ്തു. അതാണ് പ്രശ്നം. ഹിജ്റ 4-ാം വർഷം ആദ്യത്തിലായിരിക്കണം ലഹരി ബാധിതരായി നമസ്കരിക്കുന്നതിൻ്റെ, അതായത് ഹിജ്റ 4-ാം വർഷം. ഹിജ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കയിലെ 13 വർഷമല്ല, അത് കഴിഞ്ഞിട്ടുള്ള 4 വർഷം. അപ്പം ഏകദേശം 17 വർഷം. എന്തൊരു കണക്കാണ്! തെറ്റുമെങ്കിൽ ക്ഷമിക്കും. 17 വർഷം നബിക്കും അള്ളാഹുവിനും ഇതൊന്ന് ഹറാമാക്കണമെന്ന് തോന്നിയതേയില്ല. അവിടെയാണ് ഉമറിൻ്റെ പ്രത്യേകത. പിന്നെ അവരൊക്കെ മദ്യപാനത്തിൻ്റെ സമയമൊക്കെ മാറ്റി പിന്നീട്. ഇതൊന്നും ഞാൻ പറയുന്നതല്ല, തഫ്ഹീം ജമാഅത്തെ ഇസ്ലാമിൻ്റെ തഫ്സീറിൽ പറയുന്ന കാര്യം. കുറച്ചിടെ കഴിഞ്ഞാണ് തീരെ നിരോധിച്ചുകൊണ്ടുള്ള അൽ മായിദ സൂറയിലെ 91-90 ആയത്ത്, 5-ാമത്തെ അൽ മായിദ. അങ്ങനെയാണ് പടിപ്പടിയായിട്ടാണ് 5 മായിദയിൽ പറയുന്നത്. 93-ാമത്തെ വാചകം, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരുടെ പേർ അവർ നേരത്തെ ഭക്ഷിച്ചിട്ടുള്ള പേരിൽ കുറ്റമുണ്ടായിരിക്കുന്നത്. നേരത്തെ നമ്മൾ മറ്റേ യുദ്ധത്തിന് വേണ്ടി സന്നാഹമൊരുക്കാൻ വേണ്ടിയുള്ള ഉത്തേജനം നൽകലായി കണ്ടാൽ മതി. ഭാവിയിൽ ദൈവഭക്തിയുള്ളവരായിരിക്കുകയും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും സൽക്കർമ്മങ്ങൾ തുടരുകയും പിന്നെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ വിശ്വസിച്ച് അംഗീകരിക്കുകയും എന്നിട്ട് സൂക്ഷ്മതയോടെ നടപടി നന്നാക്കുകയും ചെയ്യുകയാണെങ്കിൽ സുഹൃതികൾ അള്ളാഹു ഇഷ്ടപ്പെടുമല്ലോ. ഇവിടെയാണ് നോക്കൂ, ഒരു സംഭവഗതിയെ എങ്ങനെയാണ് നബി ഇങ്ങനെ എന്താ പറയുക, അന്തം വിട്ട ന്യായീകരണം, അങ്ങേയറ്റം തള്ളു ന്യായീകരണങ്ങൾ നമുക്കൊരുപാട് ഇതുപോലെ കാണാൻ സാധിക്കും. മദ്യം പൂർണ്ണമായി നിരോധിച്ചതിന് ശേഷവും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. മദ്യം കൈവശമുള്ളവരൊക്കെ വിറ്റ് കളയാൻ പറഞ്ഞു നബി. അങ്ങനെ മറ്റുള്ളവരൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും പറഞ്ഞു, മദ്യം കൈവശമുള്ളവർക്ക് അത് കുടിക്കാനോ വിൽക്കാനോ പാടില്ല. നോക്കൂ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അങ്ങനെ ആയപ്പോൾ മദീനയുടെ തെരുവീതികളിൽ കള്ളൊഴുകിയെന്നാണ് വളരെ പോരിശയോടുകൂടി ആത്മാഭിമാനത്തോടു കൂടി കള്ളിത് ഞങ്ങളിത്. ഇപ്പോൾ ഒഴുകാൻ പാകത്തിൽ കള്ള് കുടിച്ചിരുന്നു സഹാബാക്കൾ എന്നുള്ളത് തെളിവല്ലേ ഇത്? നദി പോലെ ഒഴുകാൻ കള്ള് മദീനയുടെ തെരുവീതികളിൽ കൂടി. ഇപ്പം മദീനയിൽ വെച്ചാണ് നിരോധിക്കപ്പെട്ടത്, മക്കയിൽ വെച്ചല്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 13 വർഷം മക്കയിലായിരുന്നു എന്നാണ്. 13, 5, 18 വർഷമാണ്. നീണ്ട ഒരു കാലയളവാണ് വേണ്ടി. ഈ നീണ്ട കാലയളവിൽ തെരുവോരങ്ങളിൽ കൂടി മദ്യപ്പുഴ ഒഴുകത്തക്ക രീതിയിൽ ഈ പറയുന്ന പോരിശ കുറ്റിയ സ്വർഗത്തിൻ്റെ നേരെ അവകാശികളായ സഹാബാക്കൾ മദ്യപിച്ചിരുന്നു. അവരുടെ ജീവിതത്തിൽ അങ്ങനെ മദ്യപിക്കാനുള്ള സുവർണാവസരം ഉണ്ടായിരുന്നു. പിന്നീട് നിഷേധിക്കപ്പെട്ടോ? അങ്ങനെ പറഞ്ഞാൽ ഒരു ഗ്രന്ഥം പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ കേൾക്കുമോ? ഗ്രന്ഥം അവിടെ ഇരിക്കും. യഹൂദികൾക്ക് സൗജന്യമായി കൊടുത്താലോ? പാടില്ല, നോ, നെവർ. നമുക്കിത് സുർക്കിയാക്കി മാറ്റിയാലോ? നബിയോട് ചോദിക്കുകയാണ് ആളുകൾ, എന്ത് ചെയ്യണം? ഒരുപാടുണ്ടല്ലോ, തെരുവോരങ്ങളിൽ ഒഴുക്കിയെന്ന് പറഞ്ഞിട്ടാണ് ഈ സംശയങ്ങളൊക്കെ കേട്ടോ. നോ 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 നോ, നെവർ നെവർ. മരുന്നെന്ന നിലയ്ക്ക് ഉപയോഗിച്ചുകൂടാ. അപ്പോൾ അള്ളാഹുവിൻ്റെ നബിയുടെ പൊൻവാക്കുകളോടെ വരികയാണ്. മദ്യം മരുന്നല്ല,
രോഗമാണ്. 18 വർഷമായി ഈ രോഗം ബാധിച്ച് മുറ്റിയിട്ട് തെരുവോരങ്ങളിൽ ഒഴുകത്തക്ക രീതിയിൽ മദ്യം സൂക്ഷിച്ചിട്ടാണ് പിന്നെ 18 വർഷം കഴിയുമ്പോൾ ഉമറിന് ബോധോദയം ഉണ്ടായതുകൊണ്ട് നബി പറയുന്നു, ഇത് മരുന്നല്ല, രോഗമാണ്. എനിക്ക് എൻ്റെ ഓർമ്മയെ ശരിയാണെങ്കിൽ ഹോമിയോ മരുന്നിൻ്റെ ബേസ് സ്പിരിറ്റെന്ന് തോന്നുന്നു, എനിക്കറിയില്ല കേട്ടോ, ശരിക്കും അറിയില്ല. എത്രയോ മരുന്നുകൾക്ക് ആൽക്കഹോൾ ബേസായി എന്താണ് മരുന്നായി ഉപയോഗിക്കാൻ പറ്റാത്തത്? ഒരു സബ്സ്റ്റൻസ്, ഒരു വസ്തുവിൽ രോഗത്തെ ഭേദമാക്കാനുള്ള കഴിവുണ്ടെന്ന് കഴിഞ്ഞാൽ അതെന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ? കഴിക്കാൻ അറപ്പുളവാക്കുന്ന, കഴിക്കാൻ വെറുപ്പുളവാക്കുന്ന ഏത് വസ്തുവും മരുന്നായി കണ്ടുകൊണ്ട് ഉപയോഗിച്ച് രോഗം മാറുമെങ്കിൽ പാടില്ല, അത് രോഗമെന്നാണ്. ശൈത്യം കഠിനമായ ഒരു പ്രദേശത്താണ് ഞങ്ങൾ പാർക്കുന്നത്. കഠിനമായ തൊഴിലെടുക്കേണ്ടതുണ്ട്. മദ്യപിക്കാമോ? സഹാബാക്കളുടെ ചോദ്യമാണ്. പാടില്ല. ശൈത്യമോ എന്തുമായിക്കോട്ടെ, നിരോധിച്ചു കഴിഞ്ഞാൽ നിരോധനമാണ്. പിന്നെ അവിടെ ഒരു രക്ഷയുമില്ല. എത്ര കാർക്കശ്യത്തോടു കൂടി അപ്രായോഗികമായി ഈ പറയുന്നത്. മനുഷ്യ മനസ്സിനെക്കുറിച്ച്, മനുഷ്യൻ്റെ ശരീരത്തെക്കുറിച്ച്, കാലാവസ്ഥയെക്കുറിച്ച് ക്യാ ബോധം നഹി ഹൈ. നിങ്ങൾ കുടിക്കുന്ന ഈ വസ്തു നിങ്ങളെ ഉന്മത്തരാക്കുന്നില്ലയോ എന്ന് തിരിച്ചങ്ങോട്ട് ചോദിക്കുകയാണ്. അതെ, എങ്കിൽ പാടില്ല. ഒരു കൂട്ടർ വന്ന് പറഞ്ഞു, ഞങ്ങളുടെ പ്രദേശത്തുകാർ ഇത് അംഗീകരിക്കുന്നില്ല, എന്തു ചെയ്യണം? യുദ്ധം ചെയ്യൂ. എന്തിനും പ്രതിവിധി യുദ്ധമാണ്. അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്യപാനികളാണ് മുസ്ലിങ്ങൾ ഉൾപ്പെടെ. എന്ത് ചെയ്യണം? അവരോട് യുദ്ധം ചെയ്യണം, യുദ്ധത്തിൽ കൊല്ലണം. എത്ര കർക്കശവും എത്ര സുന്ദരവുമായ നിബന്ധന എന്ന് നോക്കൂ. ആർക്ക് സാധിക്കും? ഏത് പുരോഗമന സമുദായത്തിനും ഇനി വരുന്ന വംശ മനുഷ്യർക്കും എന്താ പറയുക, ഒരു മാർഗദർശകമായ പൊന്നെഴുത്തുകളാണ് മദ്യപാനികളോട് യുദ്ധം ചെയ്യുക. അംഗീകരിച്ചില്ലെങ്കിൽ, മദ്യം ഹറാമാണെന്നുള്ള കാര്യം അംഗീകരിക്കാത്ത ജനതയോട്, ലോക ജനസംഖ്യയിൽ എത്ര പേരോട് യുദ്ധം ചെയ്യേണ്ടി വരുമെന്ന് കണക്കെടുക്കേണ്ടതുണ്ട്. മദ്യത്തെയും അത് കുടിക്കുന്നവരെയും കുടിപ്പിക്കുന്നവരെയും വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പിഴിയുന്നവനെയും പിഴിയിക്കുന്നവനെയും കൊണ്ടുപോകുന്നവനെയും ആർക്ക് കൊണ്ടുപോകുന്നു അവനെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു 18 വർഷങ്ങൾക്ക് ശേഷം. അല്ലാഹു ശപിക്കണമെങ്കിൽ ഉമറിന് തോന്നണം. അറബി ഭാഷയിൽ ഖംർ എന്ന് പറഞ്ഞിരിക്കുന്നു. ഖംർ എന്നാണ് അറബി ഭാഷയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമേനിയുടെ കാലത്ത് മദ്യപാന നിശ്ചിതമായ ശിക്ഷ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെയാണെങ്കിലും ഈ മതത്തിൻ്റെ സമ്പുഷ്ടീകരണം പിന്നീടാണ് നടന്നത്. ആദ്യഘട്ടങ്ങളിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് എന്ന് പറയുമ്പോൾ ഈ പിന്നീടിൻ്റെ ദൈർഘ്യം അത്രയാണ്. മുൻപോട്ട് എന്തൊക്കെയായിരുന്നു? ലിഖിതങ്ങളായ രേഖകളൊന്നുമില്ലെന്നേ. ഒരുപാട് അന്വേഷിച്ച് പോകേണ്ട ഒരു മേഖലയാണ് അത്. നബിയുടെ 40 വർഷത്തെ ജീവിതം എങ്ങനെയായിരുന്നു, അദ്ദേഹം എന്തൊക്കെ ചെയ്തിരുന്നു, അദ്ദേഹം ആരൊക്കെ ആരാധിച്ചിരുന്നു, അദ്ദേഹത്തിന് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ മതചിന്ത എന്തായിരുന്നു, ജീവിത രീതി എന്തായിരുന്നു, ലിഖിതങ്ങളായ രേഖകളും വിശ്വാസയോഗ്യമായ ചരിത്രങ്ങളുമില്ല. മുസ്ലിങ്ങളെക്കുറിച്ച് പറയുന്നത് നമ്മൾ അംഗീകരിക്കുക എന്നല്ല. അതിലാണ് ഒരുപാട് പിഴവുകൾ നമ്മൾ ചൂണ്ടിക്കാണിച്ച് പറയുന്നെങ്കിലും ഈ 40 വർഷത്തെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങളുമായി പിന്നീട് പങ്കുവയ്ക്കാം. നബിയുടെ കാലത്ത് ചെരുപ്പ്, ലാത്തി, മുഷ്ടി, മുടിഞ്ഞ ശീല, ഈന്തനപ്പട മടൽ എന്നിവ കൊണ്ട് ഏറിയാൽ 40 അടിയാണ് നൽകിയത്. ചാട്ടവറയല്ല, ചാട്ടവാറടി പിന്നീട് വന്നാണ്. അബൂബക്കറിൻ്റെ കാലത്താണ് 40 ചമ്മട്ടി പ്രഹരമാക്കി ശിക്ഷ ഉറപ്പാക്കി. നബിക്കോ? നബി ചെയ്തിരുന്നത് ചെരുപ്പടിക്കുക, ലാത്തി എടുത്തടിക്കുക, മുഷ്ടി ഉപയോഗിച്ച് അടിക്കുക, മുടിഞ്ഞ ശീല കൊണ്ടടിക്കുക, ഈന്തനപ്പന മടൽ കൊണ്ടടിക്കുക, 40 അടി. ഇതുകൊണ്ട് അബൂബക്കർ മാറ്റം വരുത്തിക്കൊണ്ട് അമെൻമെൻറ്റ്സ് 40 ചമ്മട്ടി അടിക്കുക.
ഈ 40 ചമ്മട്ടി അടിച്ചിട്ടും ആളുകൾ ഇതിൽ നിന്നും വിരമിക്കാതിരുന്നപ്പോൾ സാക്ഷാൽ നായകനായ ഉമർ അത് 80 ചമ്മട്ടി പ്രഹരമാക്കി മാറ്റിയത്. ഉമർ അവിടം കൊണ്ടൊന്നും നിർത്തുന്നില്ല കേട്ടോ. ഗവൺമെന്റിന്റെ പ്രധാന കർത്തവ്യം എന്നത് ചോദിച്ചാൽ മദ്യനിരോധനമാണ്. ഇസ്ലാമിക രാജ്യങ്ങളുടെ മദ്യനിരോധനവും അതിൻ്റെ അവസ്ഥയും നമുക്ക് വഴിയെ ഇപ്പം തന്നെ പരിശോധിക്കാം. ഉമർ ഒരു പീടിക മദ്യം വിൽക്കുന്ന ഒരു കടയെ അഗ്നിക്കിരയാക്കി കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം ഒരു ഗ്രാമത്തിൽ വാറ്റുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഗ്രാമം മൊത്തം അഗ്നിക്കിരയാക്കിയെങ്കിൽ ഉമറിൻ്റെ മദ്യത്തോടുള്ള നിലപാട് 18 വർഷം നീണ്ട കാലയളവിന് ശേഷം ഉമറിൻ്റെ ആ ആഗ്രഹം എങ്ങനെ സബലീകരിക്കപ്പെട്ടു. ഇതൊക്കെ ആണെങ്കിലും അള്ളാഹുവിനും നബിക്കും മദ്യത്തോട് അങ്ങേയറ്റം വെറുപ്പാണ്, സംശയിക്കേണ്ടിയിരിക്കുന്നു. സൂറത്ത് 37 ആയത്ത് 40 മുതൽ 49 വരെ. എന്നാൽ അള്ളാഹുവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദാസന്മാർ ഈ ദുരന്തത്തിൽ നിന്നും മുക്തരായിരിക്കും. ഇതിൽ മദ്യപാനം എന്ന ദുരന്തത്തിൽ അവർക്കാകുന്നു അറിയപ്പെട്ട വിഭവങ്ങളുണ്ട്. എവിടെ? സ്വർഗത്തിൽ. രസനീയമായ സകല ഫലങ്ങളും അന്തസ്സോടെ വസിക്കപ്പെടുന്ന അനുഗ്രഹീതമായ സ്വർഗവും അവർ പരസ്പരം അഭിമുഖമായി പീഠങ്ങളിലിരിക്കും. നേരെ നേരെ കസേരയുള്ള അകത്ത് നോക്കി നോക്കിയിരിക്കാം. മദ്യത്തിൻ്റെ ഉറവുകളിൽ നിന്ന് നിറച്ച പാനപാത്രങ്ങൾ അവർക്കിടയിൽ ചുറ്റി നടത്തപ്പെട്ടുകൊണ്ടിരിക്കും. മാലന്മാരെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും തൽക്കാലം നമുക്ക് അങ്ങോട്ട് പോകണ്ട. എന്തായാലും മദ്യത്തിൻ്റെ ഉറവകളിൽ നിന്നും മദ്യത്തെ വിട്ടുകളയാനുള്ള വൈമനസ്യം നോക്കും. സ്വർഗത്തിൽ മദ്യത്തിൻ്റെ ഉറവകളിൽ നിന്ന് നിറച്ച പാനീയങ്ങൾ അവിടെ ഇടയിൽ ചുറ്റിക്കൊണ്ട് ഇങ്ങനെ കറങ്ങി കൺവെയർ ബെൽറ്റിൽ വന്നുകൊണ്ടിരിക്കും. മുഖത്തോട് മുഖത്ത് നോക്കിയിരുന്ന് എടുത്തങ്ങ് മോന്തി പൂസാവില്ല കേട്ടോ. കുടിക്കുന്നവർക്ക് അതിരസമേകുന്ന തിളക്കമുള്ള പാനീയം, അതുമൂലം അവരുടെ ദേഹത്തിന് ഒരു ദോഷവും ഉണ്ടാകുന്നില്ല. മദ്യപാനം എല്ലാം മോശമാണ്, ദേഹത്തിന് ദോഷമുണ്ടാക്കുമോ? അങ്ങനെയൊന്നും റിപ്പോർട്ടുള്ള. അമിതമായാൽ പച്ചവെള്ളം അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ ആള് മരിച്ചു പോകും. എന്തും അളവിലാണ്, വിഷവും അളവിലാണ്. ബോധം മങ്ങുകയില്ല. ബോധം മങ്ങിയ മറ്റു പണികൾ ഒരുപാടുണ്ട്, അതൊക്കെ ചെയ്യാൻ പറ്റില്ല. എന്ത് പണിയാണ്? അവരുടെ ചാരത്ത് കണ്ണുകളെ സൂക്ഷിക്കുന്നവരും, അതായത് മറ്റാരെയും നോക്കാത്ത, അതിനാണല്ലോ ഈ ചാക്ക് കെട്ട്. മനോഹരാക്ഷികളുമായ തരുണീമണികളുണ്ട്. എങ്ങനെ നോക്കൂ, ആ സ്വർഗത്തിൻ്റെ സങ്കല്പം എത്ര ബോറൻ സങ്കല്പമാണ്. അതായത് കസേരയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഓരോ ആളുകളങ്ങ് ഇരിക്കുക. ഇങ്ങനെ കൺവെയർ ബെൽറ്റിലൂടെ മദ്യചഷകങ്ങൾ ഒഴുകി വരും, എടുത്ത് മോന്തുക. പിന്നെ തരുണീമണികൾ അവരെങ്ങനെയാണ്? തോടുകൾക്കകത്ത് സൂക്ഷിക്കപ്പെട്ട മുട്ടയെന്നോളം ശാലീന മൃദുലകളായിരിക്കും. ഗഫീർ ബാക്കഫിയുടെ പ്രസംഗം കേൾക്കുക. ആ വിവരണമൊക്കെ ഒരുപാടുണ്ട്, മദ്യത്തെക്കുറിച്ചും മദ്യരാശികളെക്കുറിച്ചും അവരുടെ മാർഗങ്ങളെക്കുറിച്ചുമൊക്കെ. അങ്ങേയറ്റം പറയുന്ന ഗഫീർ ബാക്കഫിയുടെ വിവരണം, തഫ്സീർ നിങ്ങൾ കേട്ടാൽ. ഇതൊക്കെ കൊണ്ടാണ്, അതായത് ഈ ബോറൻ പരിപാടി കൊണ്ടാണ് ഈ പെണ്ണും മദ്യവും മുക്കോ. മദ്യത്തെ വിടാൻ മനസ്സിലെന്നേ. ഇവിടെ നീ മദ്യപിച്ചില്ലെങ്കിലും അവിടെ വാ, ഇത് ഞാൻ നിനക്ക് തരാം. ഇതിൻ്റെ ദോഷങ്ങളൊക്കെ, തിക്തഫലങ്ങളുണ്ട്, മോശവശങ്ങളുണ്ട്, ഇതൊക്കെ എടുത്തു മാറ്റിയിട്ടുള്ള മദ്യം. അത് പാനീയമെന്ന് പറഞ്ഞാൽ പോലെ മദ്യം മദ്യത്തിൻ്റെ ഉറവകളിൽ എന്ന് തന്നെയാണ് 37-40 പറയുന്നത്. ഖംറ് നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് നമ്മുടെ പ്രിയങ്കരനായ കരാശ്ശേരി മാഷ് പറഞ്ഞുള്ളത്, ഈ സാധനം എനിക്ക് വേണ്ട, എനിക്കും വേണ്ട. ഇത് ബോറൻ പരിപാടിയാണ്. പെണ്ണും മദ്യവും മാത്രമുള്ള ഒരു ബോറൻ, ഇൻ്റർനെറ്റ് പോലും ഇല്ലാത്ത ഒരു ബോറൻ പരിപാടിയാണ്. ആൻഡ് എ പേഴ്സൺ അറ്റ് ദ ടൈം ഓഫ് ഡ്രിങ്കിങ് ആൽക്കഹോൾ ഡ്രിങ്ക് ഈസ് നോട്ട് എ ബിലീവർ. ആർ മദ്യപിക്കുന്നു അവരൊക്കെ വിശ്വാസികളല്ല. സഹീഹുൽ ബുഖാരിയിൽ പറയുന്നത്. ഹദീദ് ഇക്വേറ്റ്സ് ഡ്രിങ്കിങ് ടു അഡൾട്ടറി. വ്യഭിചാരത്തെ പോലെ കുറ്റകരമാണ്. ഇത് രണ്ടും ചെയ്യാത്തവരാണോ മുസ്ലിങ്ങളിലെ 100%? ഇതൊക്കെ മുസ്ലിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്.
എത്രത്തോളം ഒരു ഖുർആനിലെ ആയത്തുകളെ മനസ്സാ ശിരസ വഹിക്കാൻ ആളുകൾക്ക് സാധിക്കുന്നുള്ള പഠനം അത് ദൈവിക ഗ്രന്ഥമാണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തേണ്ട ബാധ്യത മുസ്ലിങ്ങൾക്കുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. എന്തൊക്കെ തെറ്റല്ല നബിയുടെ ഇച്ഛ പ്രകാരം ഉമർ ബോധിപ്പിച്ചില്ലെങ്കിൽ മാരിയിങ് എ ചൈൽഡ്, ഒരു കുട്ടിയെ വിവാഹം കഴിക്കൽ, അത് അന്ന് തെറ്റായിരുന്നോ നമുക്ക് തർക്കിക്കാം. പക്ഷെ ഇന്നും തെറ്റല്ല. നബി ആയിഷയെ കെട്ടിയത് ശരിയെന്നും അവർ ഉമ്മയെന്നും വാദിക്കുന്ന ഈ സഹാബാക്കളെയാണ് നമുക്ക്, ഇന്നത്തെ സഹാക്കളെയാണ് നമുക്ക് പ്രശ്നം. അന്നത്തെ ആളുകൾ നമ്മൾ വിടുന്നു ചരിത്രത്തിൻ്റെ എന്താ പറയുക സാഹചര്യ തെളിവുകൾ വെച്ചുകൊണ്ട്. മാരിയിങ് എ ചൈൽഡ് നോട്ട് സിൻഫുൾ, ബീറ്റിംഗ് യുവർ വൈഫ് കൃഷിയിടമാകുന്നു, അടിക്കാം. അവൾ ലൈംഗികതയ്ക്ക് സമ്മതിച്ചില്ലെങ്കിൽ അവിടെ തല്ലാം. എങ്ങനെ തല്ലാം? അതൊക്കെ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. പോട്ടെ. ഹാവിങ് 6 slaves, അടിമകളായ സ്ത്രീകളുമായി ഭോഗിക്കാം, അവരുടെ സമ്മതമില്ലെങ്കിൽ തന്നെയും പണ്ടമാണ്, ചരക്കാണ്. അങ്ങനെ കുട്ടിയെ വിവാഹം കഴിക്കൽ, ബാലവിവാഹം, ഭാര്യയെ തല്ലൽ, സ്ത്രീക്ക് ഇന്ന് ഫെമിനിസ്റ്റൊക്കെ പറയുന്നവർ കേട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ അതൊക്കെ. ഹാവിങ് 6 slaves, അടിമ സ്ത്രീകളെ ഭോഗിക്കാം, ഇതൊക്കെ സിൻ അല്ല. ഡ്രിങ്കിങ് ആൽക്കഹോൾ, അതായത് മാനവരാശിക്ക്, മനുഷ്യ സമൂഹത്തിന് ദോഷകരമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളിൽ, മനുഷ്യനെ അങ്ങേയറ്റം ബാധിക്കുന്ന കാര്യങ്ങൾ തികഞ്ഞ ബോധ്യമില്ലാത്ത ഉടയ തമ്പുരാനെ കുറിച്ച് എന്നെ പറയാനാണ് സുഹൃത്തുക്കളെ. ഒരു സൊസൈറ്റിയിൽ, ഒരു ആധുനിക സൊസൈറ്റിക്കും മദ്യനിരോധനം അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഫുഡ്, പാനീയം, വസ്ത്രം, ഭാഷ, താമസം, ആരോഗ്യം, ഇതൊക്കെ അവർക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ഒരു വ്യവസ്ഥയാണ് ആധുനിക സമൂഹം ഉൾക്കൊള്ളുന്നത്, ആഗ്രഹിക്കുന്നത്, വിഭാവനം ചെയ്യും. അതിന് നേർ വിപരീതം. എവിടെയൊക്കെ മദ്യനിരോധനം ഉണ്ടാക്കിയിട്ടുണ്ടോ അവിടെയൊക്കെ ബ്രീച്ചസ്, പൊളിഞ്ഞു വീഴുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കും. അമേരിക്കയിൽ 13 വർഷം, 1920 മുതൽ 13 വർഷം മദ്യനിരോധനം ഉണ്ടായിരുന്നു. എന്നിട്ടുണ്ടോ മദ്യനിരോധനം എടുത്തു കളയേണ്ടി വന്നു. മദ്യം കിട്ടിയില്ലെങ്കിൽ അത് ബ്ലാക്ക് മാർക്കറ്റിൽ കിട്ടും. വീട്ടിൽ വാറ്റിക്കുടിക്കും ആളുകൾ, കുടിക്കേണ്ടവർ കുടിച്ചിരിക്കും. ഇത് ഏകദേശം കൃഷിയുടെ കാലഘട്ടങ്ങളിൽ ഞാനൊരു വായിച്ച ചെറിയൊരു ഓർമ്മ. നെൽകൃഷി എന്തിനാ തുടങ്ങിയത് മനുഷ്യൻ? ചോറുണ്ടാകാൻ, ബ്രെഡ് ഉണ്ടാക്കാൻ അല്ല, മദ്യം ഉണ്ടാക്കാൻ എന്നാണ് എവിടെയോ വായിച്ചതിൻ്റെ ഒപ്പം. എവിടെയെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പം മദ്യപാനം കൃഷി തുടങ്ങിയ കാലഘട്ടത്തിൽ, ചിലപ്പോൾ അതിന് മുമ്പേ മദ്യപിക്കുന്ന കുരങ്ങുകളുടെ ചിത്രം ഞാൻ കണ്ടിട്ടുണ്ട്. മദ്യപിച്ച് ഉന്മാദത്തരാകുന്നു. ആ ഒരു ജീൻ, ഒരു പരമ്പര നമ്മുടെ മസ്തിഷ്കത്തിനെ ഉന്മാദാവസ്ഥയിലാക്കുന്നതിൻ്റെ പിന്നെ പോവുക എന്നുള്ളത് സുഖത്തെ തേടിയുള്ള നമ്മുടെ ജീനിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ കേരളത്തിൽ 974 കേസുകളാണ് ഈ ചാരായ നിരോധനത്തിന് മുമ്പ് ഉണ്ടായിരുന്നത്. ഈ മദ്യനിരോധനവുമായി ബന്ധപ്പെട്ട കേസുകൾ, വാറ്റുമായി ബന്ധപ്പെട്ട കേസുകൾ. അത് 2016 ഈ ചാരായ നിരോധനം എക്കെ ആന്റണിയുടെ വന്നപ്പോൾ 1836 വർദ്ധിച്ചു, ഡബിൾ ആയി എന്നുള്ളതാണ്. ഇനി ഏതൊക്കെ രാജ്യത്താണ് മദ്യം നിരോധിക്കപ്പെട്ടിട്ടുള്ളത്? ബംഗ്ലാദേശ്, ബ്രൂണൈ, ഇന്തോനേഷ്യ, ലിബിയ, മാൽദീവ്, പാകിസ്ഥാൻ, ഖത്തർ, സൗദി അറേബ്യ, സോമാലിയ, സുഡാൻ, യമനിലെ ചില ഭാഗങ്ങൾ. ഇനി എവിടേക്കാണ് മുമ്പുണ്ടായിരുന്നതും ഇപ്പോൾ തകർന്നു പോയതുമായ ഈ മദ്യനിരോധനമെന്ന അപ്രായോഗിക രീതി ഉണ്ടായിരുന്നു? കാനഡ, ഹംഗേറിയൻ സോവിയറ്റ് റിപ്പബ്ലിക്, നോർത്ത് യമൻ, നോർവേ, ഒട്ടോമൻ എംപയർ, നോക്കൂ, റഷ്യൻ എംപയർ, സോവിയറ്റ് യൂണിയൻ, സൗത്ത് ആഫ്രിക്ക, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, UAE മദ്യനിരോധനം ഇപ്പോൾ ഇല്ല. നോക്കൂ, അങ്ങനെ നോക്കുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിക്കും. കേരളത്തിൻ്റെ, ഇന്ത്യയുടെ,
ബാക്കി ലോകത്തെ എല്ലാ ഭാഗത്തെയും മദ്യനിരോധനത്തിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിക്കാൻ മാനവരാശിയിലെ ചിലർ ഇതിൻ്റെ പിന്നെ പോകും. കിട്ടിയില്ലെങ്കിലോ അവരുണ്ടാക്കി കുടിക്കും. ബ്ലാക്ക് മാർക്കറ്റ്, വറ്റുചാരായമെന്ന അപകടകാരിയം എന്ത് കിട്ടിയാലും എടുത്ത് വാറ്റുന്ന രീതിയിൽ ഈ മദ്യം നിരോധിച്ചപ്പോൾ നബിയോട് ആളുകൾ സംശയം ചോദിച്ച കാര്യത്തിൽ ഈ ഈന്തപ്പഴം കൊണ്ട് വാറ്റുന്നത് തെറ്റുണ്ടോ, കാരക്ക വാറ്റുന്നതിൽ തെറ്റുണ്ടോ എന്നൊക്കെ ഈ മദ്യപ്പുഴ ഒഴുക്കിയവന്മാർ നബിയെ നിരന്തരം ചോദ്യം ചെയ്ത് ശല്യപ്പെടുത്തും. അദ്ദേഹം നോ 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 ആൻഡ് നെവർ പറഞ്ഞുകൊണ്ടേ. സൗദി അറേബ്യയിൽ കർക്കശമായ നില, അതായത് ഇസ്ലാമിക രാജ്യമാണെങ്കിൽ മദ്യം നിരോധിക്കുകയും അതിൽ നടപ്പിൽ വരുത്താനുള്ള ബാധ്യതയിൽ നിന്ന് എള്ളോളം ഒളിഞ്ഞു മാറി നിൽക്കാനുള്ള അവകാശം ആ ഭരണകൂടത്തില്ലെങ്കിൽ ഇന്ന് സൗദി അറേബ്യയിൽ മദ്യം കൊണ്ടുപോകുന്ന ഒരു ലോക്കലിനെ, ഒരു അറബിയെ പിടിച്ചു കഴിഞ്ഞാൽ മദ്യം വാങ്ങിച്ചിട്ട് അവന് വെറുതെ വിടും. 80 ചാട്ടവാർ അടിയാണ് മുമ്പ് ഉദ്ദേശിച്ചത്. 80 പോയിട്ട് 8 ചാട്ടവാർ പോലും അടിക്കാനൊക്കാത്ത രീതിയിൽ ഇസ്ലാമിൻ്റെ ചാട്ടവാർ ഇന്ന് ഉറയിൽ വെക്കേണ്ട ആധുനികതയിലേക്ക് സൗദി അറേബ്യ മൂക്കുകുത്തി വീഴുമ്പോൾ ഖുർആനിലെ പ്രായോഗികത, അശാസ്ത്രീയത, റെഡിലി അവൈലബിൾ ഇൻ സൗദി അറേബ്യ. ഗൂഗിൾ ചെയ്ത് നോക്കൂ, പോയവരോട് ചോദിക്കും. ഞാൻ പോയ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്. കിട്ടും, ആവശ്യക്കാർക്ക് കിട്ടും. നോട്ട് ബ്രാൻഡഡ്, ഇവിടുത്തെ പോലെ കണ്ടസ, വിസ്കി, ബ്രാൻഡി, 3X, ഇതൊക്കെ ഞാൻ ഗഫീർ ബാക്കറി പറഞ്ഞു പഠിപ്പിച്ചതാണ് കേട്ടോ. റെഡിലി അവൈലബിൾ ബട്ട് നോട്ട് ബ്രാൻഡഡ്. ഇനി കിട്ടാൻ എന്ത് വഴി? അവിടെ എംബസിയിൽ ഇത് കഴിക്കാനുള്ള അവകാശവും അവർക്ക് കോട്ടയുണ്ട്. ആ കോട്ട വെളിയിൽ വിൽക്കുന്ന എംബസി വീരന്മാരുണ്ട് എന്നാണ്. എംബസി ഉണ്ടാകണമെങ്കിൽ അള്ളാഹുവിൻ്റെ നബി തിരുനബി ജനിച്ച ഗേഹത്തിൽ അവിടുത്തെ എംബസിയിൽ ഇത് അനുവദിക്കത്തക്ക രീതിയിൽ ചരിത്രം തിരിഞ്ഞു നോക്കുകയാണ് ഉമറിനെയും മദ്യനിരോധനത്തിനെയും. ഇനി വീടുകളിൽ വാറ്റി ആളുകൾ യഥേഷ്ടം അത് വിൽക്കുകയും കുടിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് സൗദി അറേബ്യയുടെ കാര്യം നോക്കുമ്പോൾ നമുക്ക് മൊത്തത്തിൽ മനസ്സിലാക്കുന്ന കാര്യം. ഇനി ഇതിൻ്റെ ശിക്ഷയൊക്കെ ഒരുപാടുണ്ട്. ഇവിടെ അല്ല, സ്വർഗത്തിലല്ല, നരകത്തിൽ. സ്വർഗം വേറെയുണ്ട്, അത് മദ്യം കുടിക്കാനായിട്ട്. പക്ഷേ നരകത്തിലും മദ്യം കൊടുക്കും കേട്ടോ, കുടിക്കാൻ. എന്താണത്? അതിൻ്റെ പേര് തീനത്തുൽ ഖബാൽ. എന്താ ഈ തീനത്തുൽ ഖബാൽ? നരകവാസികളുടെ വിയർപ്പും അവരുടെ ചീഞ്ചലവും മദ്യമായി അവിടെ കൊടുക്കപ്പെടും. തീനത്തുൽ ഖബാൽ. ശിക്ഷയുടെ രീതി നോക്കണേ. നരകത്തിലിട്ട് പൊരിക്കുന്നവന്മാരുടെ വിയർപ്പ് ശേഖരിക്കാൻ പ്രത്യേകം മലക്കുണ്ടായിരിക്കാം, വിയർപ്പ് മലക്ക്. അവർ പാനപാത്രത്തിൽ ഇത് ശേഖരിച്ച് അതിൻ്റെ കൂടെ ചീഞ്ചലവും മിക്സ് ചെയ്ത്, എന്തു പറയാണ്, എത്ര പൈശാചിക ചിന്തയാണിത് എന്നുള്ളതാണ്. മദ്യപാനി വിഗ്രഹാരാധകനെ പോലെയാണ്. അതായത് ഈ ചീഞ്ചലം, ഈ വിയർപ്പം കുടിക്കേണ്ടവന്മാരാണ് ആര്? യുദ്ധം ചെയ്യപ്പെടേണ്ടവന്മാരാണ് ആര്? വിഗ്രഹാരാധകർ. എങ്ങനെയുണ്ട് വർഗീയത! പക്ഷെ ഇന്നുള്ള മുസ്ലിങ്ങളൊന്നും ഇതൊന്നും മുഖവിലക്കെടുക്കില്ല, തള്ളിക്കളയും, നിഷ്കരണം തള്ളിക്കളയും. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. അത് നമ്മൾ ജീവിച്ച് കാണുന്ന കാര്യമാണ്, നമ്മുടെ കൺമുമ്പിൽ കാണുന്ന വാസ്തവമാണ്. ഇത്തരം കർക്കശമായ വർഗീയ ബോധത്തെ ഇന്നത്തെ ആധുനിക മനുഷ്യന് താലോലിക്കാൻ പറ്റില്ല. താലോലിക്കുന്നവനെ പിടിച്ച് അകത്തിടുന്നു. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. മദ്യവിൽപ്പനയും ഫലം അനുഭവിക്കുന്നവരും ശപിക്കപ്പെട്ടവരാണെങ്കിൽ, ഞാൻ നിർത്തുകയാണേ, കേരള ഗവൺമെൻറ് ശപിക്കപ്പെട്ടതാണ്. ബിവറേജസ് കോർപ്പറേഷൻ ക്യൂ നിൽക്കുന്നു, സമാധാനത്തോടുകൂടി ക്യൂ നിൽക്കുന്ന മദ്യപാന്മാരുടെ ആശാകേന്ദ്രമായ കേരള സർക്കാർ ശപിക്കപ്പെട്ട അള്ളാഹുവിനാൽ. ഈ ശപിക്കപ്പെട്ടവനിൽ നിന്ന് വീട്, സൗജന്യങ്ങൾ, റേഷൻ, പെൻഷൻ, ജോലി,
അതിൽ ശമ്പളം പറ്റുന്നവരൊക്കെ ശപിക്കപ്പെട്ടവരായിരിക്കണമല്ലോ. അങ്ങനെ മുസ്ലിങ്ങൾ ശപിക്കപ്പെട്ടവരെന്ന് ഖുർആന്റെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ മദ്യപാനവുമായി ബന്ധപ്പെട്ട് നോക്കാമെങ്കിൽ ഈ പുസ്തകം അള്ളാഹുവിൻ്റേതല്ല എന്ന് അലിയാർ ഉസ്താദ് പറഞ്ഞതുപോലെ ഓരോ വരിയും, ഓരോ സൂറയും, ഓരോ ആയത്തും എടുത്ത് പരിശോധിച്ചാൽ ഇത് അള്ളാഹു എന്നൊരു ദൈവം ഉണ്ടെങ്കിൽ, സംശയമാണ് ഇവിടെ എന്താ പറയുക, അവസരത്തിന് വേണ്ടി പറയും, ഉണ്ടെങ്കിൽ നെവർ, നോ, മദ്യപാനത്തിൻ്റെ നിരോധനം വെച്ചുകൊണ്ട് തന്നെ അപ്രായോഗികമായി ഈ രീതി സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അപ്രായോഗിക ഇസ്ലാമാണ്. മനുഷ്യൻ്റെ ശരീരശാസ്ത്രം, ചോദന, അവൻ്റെ ബോധ നിലവാരം, അവൻ്റെ കഴിവ്, വ്യർജിക്കാനുള്ള ആവേശം, ഇതൊക്കെ ഉൾക്കൊള്ളാത്ത ഒരു ഉടയ തമ്പുരാൻ. എവിടുത്തെ ഉടയ തമ്പുരാനാണ് അക്ബരെ? നിങ്ങൾക്ക് അർമാദിക്കാം, പക്ഷേ ഇങ്ങോട്ട് വേണ്ട ആ മദ്യവിൽപ്പന എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.